പ്രശ്നമില്ല കേട്ടാ. 4.5 കിലോയിൽ നിന്നും 6 കിലോയിലാക്കിയിട്ടുള്ള ഏറ്റവും പുതിയ ആപ്പെ സിറ്റി നെക്സ്റ്റ് പ്ലസ് എന്ന് പറഞ്ഞുള്ള ഏറ്റവും പുതിയ കിടയ സാധനം കേട്ടോ നമ്മുടെ മുമ്പിലുള്ള. എങ്ങനെയുണ്ട് സാധനം? അടിപൊളിയായിട്ടില്ലേ? ഇതിന്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. ഗൈസ്, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ചെക്കുണ്ടല്ലോ, 230 cc 4 സ്ട്രോക്ക് എയർ കൂൾഡ് എഞ്ചിനാട്ടോ വരണേ. മാക്സിമം പവർ എന്ന് പറയുന്നത് 6.97 പീസ് പവറും 18.85 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് ചെക്കൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിന് മുമ്പുള്ള ആപ്പെ സിറ്റി നെക്സ്റ്റ് ആയിട്ട് സെയിം തന്നെയാണ് ഈ വാഹനം വരുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മുടെ മിററൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു വലിയ വിൻസ്ക്രീൻ വരുന്നുണ്ട്. ഇവിടെ 36 മാസം വാറണ്ടി കാണാം. ആ ഒരു സ്റ്റിക്കർ കാണാം. BS6 എന്നുള്ളൊരു സ്റ്റിക്കർ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള നെക്സ്റ്റ് പ്ലസ് എന്നുള്ളൊരു പുതിയൊരു ഗ്രാഫിക്സോടുകൂടിയുള്ള ഒരു സ്റ്റിക്കർ കാണാൻ സാധിക്കും. റൈറ്റ് സൈഡിൽ ആപ്പെ സിറ്റി പ്ലസ് എന്ന് കാണാം. പിന്നെ ഒരു ന്യൂ ജനറേഷൻ വൈപ്പർ കാണാം. അതിൻ്റെ താഴ്വശത്തായിട്ടാണ് നമ്മുടെ നമ്പർ പ്ലേറ്റ് ഹോൾഡർ വരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 2700 mm ആട്ടോ ലെങ്ത് വരുന്നത്. ഫ്രണ്ടിലത്തെ ഒരു ഹെഡ്ലൈറ്റ് ഒക്കെ നോക്കി സെൻറ്റർ ഭാഗത്ത് ഒരു പിയാജോൻ്റെ ലോഗോ കാണാം. അതും ഒരു സിൽവർ കളറിലുള്ള ഒരു ആവരണത്തിലാട്ടോ വെച്ചാണ്. പിന്നെ ആ ലോഗോ നമ്മുടെ ക്രോം ആവരണത്തിലും കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 40 ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി ഇൻക്രീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഹെഡ്ലൈറ്റിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി നോക്കിയേ, അത് വെച്ചേക്കുന്ന ഒരു പ്ലാസ്റ്റിക് ആവരണത്തിലാട്ടാ. ഡുവൽ ടോണിലാട്ടോ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു കിറ്റ് വെച്ചാണ്. ഇവിടെ ഒരു സിൽവർ കളറും പിന്നെ ആ ബ്ലാക്ക് ടൈപ്പ് കേട്ടോ, പ്ലാസ്റ്റിക് ബ്ലാക്ക്. അതിനുണ്ട് അടിപൊളിയല്ലേ? എല്ലാ ബൾബുകളും ഹാലോജൻ ബൾബുകളാണ് വാഹനത്തിൻ്റെ വരുന്നത്. താഴ്വശത്തേക്ക് ഒരു CNGയുടെ ലോഗോ കാണാൻ സാധിക്കും. പിന്നെ ഈ വാഹനത്തിൻ്റെ ഓവറോൾ വിഡ്ത്ത് എന്ന് പറയുന്നത് 1370 mm ആട്ടോ വരുന്നത്. ഇത് ഫൈബർ പാർട്ടാണ് വരുന്നത്. താഴ്വശത്ത് സിംഗിൾ സസ്പെൻഷനാണ് വരുന്നത്. സസ്പെൻഷനെ കുറിച്ച് പറയുമ്പോൾ ഹൈഡ്രോളിക് ടെലസ്കോപ്പിക് ഷോക്ക് അബ്സോർബർ വിത്ത് ഹെലിക്കൽ കംപ്രഷൻ സ്പ്രിംഗ് വിത്ത് ഡാമ്പർ ആണ് ഫ്രണ്ടിൽ വരുന്നത് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സസ്പെൻഷനാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. ഇതാണ് ഓവറോൾ ഒരു വ്യൂ എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ. 1920 mm ആട്ടോ ടോട്ടൽ വീൽ ബേസ് എന്ന് വരുന്നത്. ടയറുകളെല്ലാം ട്യൂബ്ലെസ് ടയറുകളായിട്ടാണ് വരുന്നത്. നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് ആ നെക്സ്റ്റ് പ്ലസ് എന്നുള്ള ഒരു ഗ്രാഫിക്സ് എന്നാണ്. നല്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു ഗ്രാഫിക്സ്. 1725 mm ആട്ടോ ഈ വാഹനത്തിൻ്റെ ഓവറോൾ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വിൻസ്ക്രീനിൽ നമുക്കൊരു CNG എന്നുള്ളൊരു സ്റ്റിക്കർ കാണാം. പിന്നെ ആ ഒരു പൊല്യൂഷൻ്റെ സ്റ്റിക്കർ കാണാം, നോ പൊല്യൂഷൻ സ്റ്റിക്കർ കാണാം. ഇത് CNGയിലും പെട്രോളിലും നമുക്ക് ഓടിക്കാൻ പറ്റും കേട്ടോ കൺവേർട്ട് ചെയ്തിട്ട്. മുകളിലത്തെ ഷീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അടിക്കണം. ഇത് കമ്പനിയിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്നതാണ്. ഇവിടെ നമുക്കൊരു പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ഉണ്ട്, ഒരു വിൻഡോ പോലെയൊക്കെയാണ് ഉദ്ദേശിച്ചേക്കണേ. ആ ടൈറ്റ് ചെയ്ത് അടിച്ചാൽ നല്ലൊരു അടിപൊളി കേട്ടോ. ഇതാണ് CNGയുടെ ടാങ്ക് ഇരിക്കണ പൊസിഷൻ. ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. മുമ്പ് 4.5 ലിറ്ററിൻ്റെ ടാങ്കാട്ടോ വന്നിരുന്നത്, 4.5 കിലോൻ്റെ. ഇപ്പം അത് 6 കിലോ ആക്കിയിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്തേക്കണത്. അതായത് ഏകദേശം 40 ലിറ്ററിൻ്റെ അടുത്താണ് നമുക്ക് ഫുൾ കപ്പാസിറ്റി CNG. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? 300 കിലോമീറ്റർ വരെ ഓടൂട്ടാ ഫുൾ CNG അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ. പടച്ചില്ലേ? ഇതാണ് ചെറിയൊരു അപ്ഡേഷനായിട്ട് വന്നേക്കണേ. ഏറ്റവും പുതിയ ആപ്പെ നെക്സ്റ്റ് പ്ലസ് എന്ന് പറഞ്ഞ മോഡലിൽ കേട്ടോ. പിന്നെ അടുത്തൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ വാഹനത്തിൻ്റെ ഡോറുണ്ടല്ലോ മറ്റുള്ള ഓട്ടോറിക്ഷകൾ കിട്ടും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തുറക്കാൻ പറ്റും കേട്ടോ, അടയ്ക്കാനും പറ്റും. കണ്ട സിമ്പിളായിട്ട് ഒരു ചെറിയ 2 വിരലുകൊണ്ട് നമുക്ക് തുറക്കാനും അതുപോലെ തന്നെ അടയ്ക്കാനും പറ്റും. തീരെ നോയ്സോ കാര്യങ്ങളോ അതുപോലെ വലിച്ചടയ്ക്കേണ്ട കാര്യങ്ങളും വരുന്നില്ല. മറ്റ് ചില ഓട്ടോറിക്ഷകളിൽ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോകുമ്പോഴും ഇവിടെ ഗ്രാഫിക്സ് ഒക്കെ കാണാം കേട്ടോ. ആ ഓറഞ്ച് കളറിലുള്ള നെക്സ്റ്റ് പ്ലസിൻ്റെ താഴെ വേറെ നെക്സ്റ്റ് പ്ലസ് എന്ന് കാണാൻ സാധിക്കും കേട്ടോ. ബാക്ക് സസ്പെൻഷനെ കുറിച്ച് പറയുമ്പോൾ ഹൈഡ്രോളിക് ടെലസ്കോപ്പിക് ഷോക്ക് അബ്സോർബർ വിത്ത് റബ്ബർ കംപ്രഷൻ സ്പ്രിംഗ് വിത്ത് ഡാമ്പർ ആണ് ബാക്കിലത്തെ സസ്പെൻഷൻ വരുന്നത്. ഇതിന് മുമ്പുള്ള സെയിം നെക്സ്റ്റിലുള്ള പോലെ ഇതാണ് നമ്മുടെ പെട്രോൾ ടാങ്ക് വരുന്നത്. ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊരു പെട്രോൾ നമുക്കൊരു സെക്കൻഡറി ഫ്യൂലായിട്ട് വേണമെങ്കിൽ യൂസ് ആക്കാൻ പറ്റും. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇതുവരെ ആപ്പയിൽ കണ്ടുവരാത്ത ഒരു പുതിയ ന്യൂ ജനറേഷൻ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. മുമ്പുള്ള നെക്സ്റ്റിലുള്ള പോലെ തന്നെയാണ്, പക്ഷേ എനിക്ക് ഈ ഒരു ക്വാളിറ്റി ബ്രേക്ക് ലൈറ്റിൻ്റെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ചുറ്റിലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റിയും നന്നായിട്ടുണ്ട്. താഴ്വത്ത് CNG എന്നുള്ള സ്റ്റിക്കറാണ്. നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഏകദേശം 4 സ്ഥലങ്ങളിൽ CNG സ്റ്റിക്കറുകൾ കാണാൻ സാധിക്കും കേട്ടോ. ബാക്കിൽ പിയാജിയോ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്പർ പ്ലേറ്റ് ഹോൾഡർ ബാക്കിലും കാണാൻ പറ്റും. ആപ്പെ സിറ്റി നെക്സ്റ്റ് പ്ലസ് എന്നുള്ള ഒരു സ്റ്റിക്കറും കാര്യങ്ങളും കേട്ടോ. എങ്ങനെയുണ്ട്? ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്യാൻ പറ്റും, ഞാനത് കാണിച്ചു തരാം. ഇതാണ് മൊത്തത്തിലുള്ള ഷീറ്റ്. വലിച്ചടിച്ച് കഴിഞ്ഞാലാണ് ഇത് സെറ്റ് ആവുള്ളൂ കേട്ടോ. അതുമാത്രമല്ല 170 mm വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും കൂടെ വരുന്നുണ്ട്. വാഹനത്തിൻ്റെ അകത്താണ് നമ്മൾ കയറിയിരിക്കുന്നത് കേട്ടോ. ഇതിനു മുമ്പുള്ള ആപ്പെ സിറ്റി നെക്സ്റ്റിലുള്ള സെയിം ആ ഒരു ഇൻറ്റീരിയർ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇതിൻ്റെ അകത്ത് എന്തെല്ലാം ഉണ്ടെന്ന്.
അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡാഷ്ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കും കാര്യങ്ങളാട്ടോ ഇതിൽ വരുന്നത്. നല്ലൊരു കളർ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ബ്രൗണിഷ് ഷെയ്ഡായിട്ടാണ് നമുക്കൊരു ഇൻറ്റീരിയർ ടോൺ നമുക്ക് വരുന്നത്. അത് മാത്രമല്ല ഇവിടെ നമുക്ക് ഇതിൻ്റെ അകത്തത്തെ ലൈറ്റിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്, പിന്നെ അതുപോലെ വൈപ്പർ സ്വിച്ച് വരുന്നുണ്ട്, ഹസാർഡ് ലൈറ്റ്, പിന്നെ അത് മാത്രമല്ല നമുക്കൊരു ചാർജിങ് സംവിധാനം കൂടെ വരുന്നുണ്ട് ഒരു ഭാഗത്ത്, USB. ഇപ്പം എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നോർമൽ സ്പേസ് വരുന്നുണ്ട്. വണ്ടിയുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റും കാര്യങ്ങളും മറ്റുള്ള പാനും പേപ്പറൊക്കെ സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു ബോക്സ് ഈ സൈഡിൽ വരുന്നുണ്ട്. അങ്ങനെ കീ ഊരി ഇനി നമ്മുടെ വാഹനം ഓണാക്കാനുള്ള ഒരു ഭാഗം ഇവിടെ ആയിട്ടാണ് വരുന്നത്. നമ്മൾ ചാവി ഇട്ട് ഇങ്ങനെയാണ് ചാവി ഇട്ട് ജസ്റ്റ് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലസ്റ്റർ ഓണായി. കണ്ട, ഇതാണ് വാഹനത്തിൻ്റെ ക്ലസ്റ്റർ വരുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ മെയിൻ മീറ്റർ വരുന്നുണ്ട്. കിലോമീറ്റർ റണ്ണിങ് 3 കിലോമീറ്റർ ഓടിയുണ്ട്. പിന്നെ CNGയുടെ ആ ഒരു ഫ്യൂവലിൻ്റെ എന്തോരം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്, ബാറ്ററിയുടെ ചാർജ്, പിന്നെ അതുപോലെ ഓയിൽ. ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റംസ്. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു ഇത് ലെവൽ കണ്ട, ആ ഒരു ലൈറ്റ് കാണുന്നുണ്ട്, റൈറ്റും ലെഫ്റ്റൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ CNG ടു പെട്രോൾ കൺവെർട്ടിങ് ഒരു സ്വിച്ച് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ, ഈ ഒരു സ്വിച്ച് ഇപ്പോൾ നിൽക്കുന്നത് പെട്രോളാണ്. ഇതിൻ്റെ ഒരു ലൈറ്റ് ഈ ഒരു ഭാഗത്ത് മാറുന്നുണ്ട്. കണ്ട, ലൈറ്റ് മാറിയതാണ്ട. ഇനി പെട്രോൾക്കൊക്കെ പെട്രോൾ ലൈറ്റ് എത്തും. അതൊക്കെ ഇതിന് മുമ്പുള്ള നമ്മുടെ സിറ്റി നെക്സ്റ്റിലുള്ള അതേപോലെ തന്നെയാണ്. പിന്നെ അവിടെ പിയാജിയോ എന്നുള്ളൊരു ലോഗോ കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഒരു ഫീച്ചർ കാണാൻ സാധിക്കും. വാഹനത്തിൻ്റെ ഫുൾ വർക്കും കഴിഞ്ഞിട്ടില്ല. ഈ പോളയൊക്കെ ടൈറ്റായിട്ട് അടിക്കണം. ഇതിപ്പോൾ നോർമൽ നമ്മുടെ കമ്പനിയിൽ എങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെയാണ് ഈ വാഹനം വന്നേക്കുന്നത്. ഈ ഒരു ഭാഗമൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ താഴെ നമ്മുടെ റിവേഴ്സ്, ചോക്ക്, ഇതൊക്കെയാണ് വരുന്നത്. ബ്രേക്ക് ഇടാം, ഇതായിട്ട് വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക്. ഫയർ എക്സ്റ്റിങ്വിഷർ വാഹനത്തിന് കൊടുക്കുന്നുണ്ടാവും. പിന്നെ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് കസ്റ്റമൈസേഷൻ ചെയ്യണം. ഇതാണ് ഇൻറ്റീരിയറുള്ള പോള നോർമലായിട്ട് കസ്റ്റമർ കൊടുക്കുന്ന രീതി. ഇനി നമുക്ക് ഇറങ്ങിയിട്ട് ബാക്ക് സൈഡിലേക്ക് ഒന്ന് കയറി നോക്കി നോക്കിയാലോ. അത്യാവശ്യം നല്ലൊരു വിഡ്ത്ത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ട, നമുക്ക് കയറിയിരിക്കുമ്പോൾ ഏകദേശം നമുക്കൊരു 3 പേർക്ക് നെഞ്ച് വിരിച്ചിരിക്കാൻ പറ്റും. അതും കൂടാതെ ഒരു സ്പെയർ ടയർ വെക്കുന്ന ഭാഗം ബാക്ക് സൈഡിലാട്ടോ പറഞ്ഞത്. ഇത് പോളൊക്കെ അടിച്ച് ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ലുക്ക് ഔട്ടാ വണ്ടി കാണാനായിട്ട്. അത്യാവശ്യം വേണമെങ്കിൽ സിമ്പിളായുള്ള ഐറ്റംസും കൊണ്ടുപോകാൻ പറ്റും ഇതിൻ്റെ അകത്ത്. കണ്ട, ഇപ്പോൾ ലെഗ് സ്പേസും അത്യാവശ്യം ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഡ്രൈവർക്കായാലും അതെ, നല്ല അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയുള്ള പ്ലേസ് തന്നെയാണ് ഫ്രണ്ടിലും വരുന്നത് കേട്ടോ. നമുക്ക് ഡോറാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. വളരെ ലളിതമായിട്ട് അടയ്ക്കാൻ പറ്റും. നോക്കിക്കോ, ഒരു വിരലുകൊണ്ട് നമുക്ക് അടയ്ക്കാം. കണ്ട, അടഞ്ഞു. തുറക്കുമ്പോഴല്ലേ അതെ, കസ്റ്റമർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാത്ത രീതിക്കാണ് ഇതിൻ്റെ ഡോറ് ചെയ്തേക്കണം. കണ്ട, സിമ്പിളായിട്ട് തുറക്കാൻ പറ്റും, അടയ്ക്കാനും പറ്റും. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു റൈറ്റ് സൈഡത്തെ ഭാഗം നമ്മൾ എന്തായാലും ക്ലോസ് ചെയ്യുമല്ലോ. ഇതൊക്കെയാണ് ഇൻറ്റീരിയർ ഭാഗത്തിലെ ആ വിശേഷങ്ങൾ. കസ്റ്റമർക്ക് ഒരു മ്യൂസിക് സിസ്റ്റം ഒക്കെ വെക്കാനുള്ള ഒരു പ്ലേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്പീക്കർ വെക്കാനുള്ള ഒരു പൊസിഷൻ കാണാം. ആ 2 സൈഡിലും കാണാൻ സാധിക്കും കേട്ടോ. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് വെച്ചാൽ മതി. പിന്നെ നമ്മുടെ ഇവിടെ ഒരു സംഭവം കാണിച്ചു തരാം. നോക്കിയേ, വാഹനം ഓണാക്കേണ്ട രീതിയും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കണേ. ഇനി ബാക്ക് സൈഡ് തുറന്നാലോ. നമ്മുടെ ചാവി തുറന്നിട്ട് ഇവിടെ ഒരു കാറിൻ്റെ ഹാൻഡിൽ പോലത്തെ സംഭവം ഉണ്ട് കേട്ടോ. അത് തുറന്നു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും. ഇങ്ങനെ കണ്ട, ഇതാണ് നമ്മുടെ എൻജിൻ സൈഡും കാര്യങ്ങളും. ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. മെയിനായിട്ട് ആ നമ്മുടെ ഫ്യൂവൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി കൂടി എന്നുള്ള ഒരു മാത്രമാണ് വരുന്നത്. ഒന്നും കൂടി ഒരു എൻജിൻ റിഫൈൻമെൻ്റ് ആയിട്ടുള്ള രീതിക്കാണ് കേട്ടോ വരുന്നത്. നമുക്ക് ലോക്ക് ചെയ്യാം. ഇനി തുറക്കാൻ പറ്റില്ല കേട്ടോ. കണ്ട, വാഹനത്തിൻ്റെ കർബ് വെയിറ്റ് എന്ന് പറയുന്നത് 422 കിലോഗ്രാം ആണ് വരുന്നത്. അതുമാത്രമല്ല ഗ്രേഡബിലിറ്റി 24.30%. ഫ്യൂൽ ടാങ്ക് നമുക്ക് CNG ഞാൻ പറഞ്ഞല്ലോ 40 ലിറ്ററിൻ്റെ അടുത്തായിട്ടുണ്ട്. പെട്രോൾ ആണെങ്കിൽ 2.8 ലിറ്ററാണ് വരുന്നത്. ഈ വാഹനത്തിൻ്റെ കോസ്റ്റ് ഓൺ ദ റോഡ് കോസ്റ്റ് 2,82,000 ഓൺ ദ റോഡ് കോസ്റ്റ് വരുന്നത്. ഇതിൽ ചെറിയ ചില്ലറ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ തൃശ്ശൂരിലുള്ള ചിന്നൻ ഓട്ടോമൊബൈൽസ് ആണ് നമുക്ക് ഇന്ന് വാഹനം ടെസ്റ്റ് റൈഡിനും അതുപോലെ തന്നെ റിവ്യൂ ചെയ്യാനായിട്ട് തന്നേക്കണേ. ഞാൻ താഴെ നമ്പറും കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ടീവിൻ്റെ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മാക്സിമം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ നോർമൽ ക്ലച്ച്, ഇവിടെ നമുക്ക് ന്യൂട്രൽ കാണാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് കേട്ടോ. ഇത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ നോർമലായുള്ള നമ്മുടെ വാഹനത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ തന്നെ ഹോണ്, വാഹനം ഓണാക്കാനുള്ള സ്വിച്ച്, ഡിമ്മും ബ്രൈറ്റും കേട്ടോ. ഇത്രയാണ് റൈറ്റ് സൈഡിൽ വരുന്നത്. ഫുൾ ആക്സിലേറ്റർ. ഇവിടെ ആക്സിലേറ്ററുമ്പോൾ നമുക്കൊരു പിയാജിയോ എന്നുള്ളൊരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. നമുക്ക് ചെക്കനൊന്ന് ഓണാക്കി നോക്കിയാലോ. നമ്മുടെ ചാവി ഇട്ട് വാഹനം ഓണായിട്ടാ. കണ്ടോ, ഇനി ജസ്റ്റ് നമ്മൾ ഇത് പിടിച്ച് സ്റ്റാർട്ടിങ് സ്വിച്ച് പിടിച്ച് ഓണാക്കാട്ടാ.
നമ്മൾ ന്യൂട്രാക്കിയിട്ട് വേണം വാഹനം ഓണാക്കാനായിട്ട്. കണ്ടോ? ഇതാട്ടോ വാഹനത്തിൻ്റെ സൗണ്ട്. ഹെഡ്ലൈറ്റ് ഇട്ടിട്ട് ആ ലൈറ്റിൻ്റെ ഭംഗി കാണിച്ചു തരാടാ. ബ്രൈറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ വാഹനത്തിൻ്റെ ഓൾ വ്യൂ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ഇട്ടിട്ടുള്ള ആ ഒരു വ്യൂ. ഇനി ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ ഞാൻ ബാക്ക് സൈഡ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ബ്രേക്ക് ലൈറ്റിൻ്റെ യൂണിറ്റ് വരുന്നത്. റിവേഴ്സ് ലൈറ്റ്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ, 4 ഇൻഡിക്കേറ്റർ കത്തിച്ചിട്ടേക്കാം നമ്മൾ. രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ നല്ലൊരു ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇതാണ് വാഹനത്തിൻ്റെ സൗണ്ട് കേട്ടോ, CNGയുടെ. അതിനുണ്ട് അടിപൊളിയായില്ലേ? സൗണ്ട്ലെസ് എൻജിയുടെ. ഇനി ആർക്കും മൈലേജിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇനി വരില്ല. അപ്പോൾ നമുക്ക് വാഹനം ഓഫാക്കി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വാഹനം ഓഫാക്കിയാലോ? അതിനുള്ള മുമ്പ് 4 ഇൻഡിക്കേറ്റർ ഓഫാക്കി, ഹെഡ്ലൈറ്റ് ഓഫാക്കി. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.